മെഡിക്കൽ കോഴയിൽ നടപടി ആവശ്യപ്പെട്ട് അമിത്ഷായ്ക്ക് വെള്ളാപ്പള്ളി നടേശൻ കത്തെഴുതി. ഇതേ ആവശ്യവുമായി ബന്ധപ്പെട്ട് MD രമേശും കത്ത് നൽകി എന്നാണ് അറിയാൻ കഴിയുന്നത്. സുനിൽ അരിമാനൂർ ന്യൂസ് റൂമിൽ നിന്ന്. സുനിൽ, എന്താണ് ഈ കത്തിന്റെ ഉള്ളടക്കം? അരുൺ, BJP നേതാക്കളെ പ്രതിക്കൂട്ടിലാക്കുന്ന മെഡിക്കൽ കോളേജ് കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ വാർത്താ സമ്മേളനത്തിൽ തന്നെ ഈ അഴിമതിയെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. ഇത്തരത്തിൽ BJP അഴിമതി നടത്തി എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല. ഇത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള പരിശോധന തന്നെ നടത്തേണ്ടതുണ്ട്. കാരണം അഴിമതിയിൽ മുങ്ങിപ്പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി BJP മാറരുത് എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു വാർത്താ സമ്മേളനമായിരുന്നു ഇന്നലെ ആലപ്പുഴയിൽ വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയത്. ഇതിന്റെ തൊട്ടു പിന്നാലെയാണ് അദ്ദേഹം അമിത്ഷായ്ക്ക് കത്ത് നൽകിയത്. അതായത് ഈ ഒരു വലിയ രീതിയിലുള്ള പ്രഹരമേറ്റിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കാൻ കേന്ദ്ര നേതൃത്വം തയ്യാറാകണം എന്നുള്ളതാണ് കത്തിലെ പ്രധാനപ്പെട്ട ആവശ്യം. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉണ്ടാക്കുന്ന ഇമേജ് കളയാൻ വേണ്ടിയിട്ടാണ് കേരളത്തിലെ ഈ BJPയിലെ സംസ്ഥാന നേതാക്കൾ ശ്രമിക്കുന്നതെന്നും ഇവർ സവർണ മേധാവിത്വം പുലർത്തിപ്പോകുന്നതിന്റെ ഭാഗമായിട്ടുള്ള നടപടികൾ ഇതിനകത്ത് കാണാൻ സാധിക്കുമെന്നും വെള്ളാപ്പള്ളി നടേശൻ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതിനകത്ത് അദ്ദേഹം മറ്റൊരു കാര്യം പറയുന്നത്, ചില ആളുകളെ മാത്രം, ഇന്നലെ തന്നെ നമുക്കറിയാം ഇതിനകത്ത് ഒരാൾക്കെതിരെ മാത്രമാണ് നടപടി സ്വീകരിച്ചുകൊണ്ട് കോർ കമ്മിറ്റി യോഗം തന്നെ മാറ്റിവെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. RS വിനോദിനെതിരെ മാത്രം പാർട്ടിന് പുറത്താക്കിക്കൊണ്ടുള്ള നടപടി സ്വീകരിച്ച് കൈകഴുകാനാണ്, ഈ അഴിമതിയിൽ കൈകഴുകി രക്ഷപ്പെടാനാണ് BJP ശ്രമിക്കുന്നത്. അതൊരിക്കലും അംഗീകരിക്കുകയില്ല. ഏതായാലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആരോപണം അന്വേഷണ റിപ്പോർട്ടായി വന്ന പശ്ചാത്തലത്തിൽ ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ തയ്യാറാകണം. ഇതിനകത്ത് പരാമർശിക്കുന്ന നേതാക്കൾക്കെതിരെ എല്ലാവർക്കെതിരെയും നടപടി സ്വീകരിക്കുന്നതിൽ കേന്ദ്ര നേതൃത്വം അടിയന്തരമായി ഇടപെടണം എന്നാവശ്യപ്പെട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഈ അമിത്ഷായ്ക്ക് കത്ത് നൽകിയിട്ടുള്ളത്. ഇന്നലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം പറഞ്ഞതാണ്, ഈ വാർത്ത തന്നെ അല്ലെങ്കിൽ ഈ കോഴ വിവാദം തന്നെ പുറത്തു വരാൻ കാരണം SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണ്. കാരണം വെള്ളാപ്പള്ളി നടേശന്റെ സഹോദരിയുടെ മകളുടെ ഭർത്താവാണ് ഈ മെഡിക്കൽ കോളേജ് ചെയർമാനായ ഷാജി എന്ന് പറയുന്നത്. അപ്പോൾ ഷാജിയെ ഉപയോഗിച്ച് അന്ന് പരാതി കൊടുക്കണമെന്ന് ഷാജിയോട് നിർദ്ദേശിച്ചത് വെള്ളാപ്പള്ളി നടേശനാണ്. ഷാജിയോട് പരാതി കൊടുക്കണമെന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പരാതി കൊടുക്കുകയും ചെയ്തിരുന്നു. ഈ പരാതി സംസ്ഥാന നേതൃത്വം വേണ്ട രീതിയിൽ എടുത്തില്ല എന്നും അതിനെ തുടർന്നാണ് ദേശീയ നേതൃത്വത്തെ വെള്ളാപ്പള്ളി തന്നെയാണ് കൃത്യമായി ഇത് അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തണമെന്ന് അമിത്ഷാ പാലക്കാട് സമ്മേളനത്തിൽ നിർദ്ദേശിക്കുകയും ചെയ്തത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് AK ശ്രീശനെയും അതുപോലെ നസീറിനെയും ഈ രണ്ടംഗ കമ്മീഷനായി നിയോഗിച്ചുകൊണ്ട് അന്വേഷണം നടത്തി റിപ്പോർട്ട് ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷന്റെ കയ്യിൽ വരികയും ആ റിപ്പോർട്ട് ചോരുകയും ചെയ്തത് ചില നേതാക്കളുടെ BJPക്കകത്തുള്ള ചില നേതാക്കളുടെ സവർണ മേധാവിത്വപരമായിട്ടുള്ള സമീപനങ്ങൾ പ്രത്യേകിച്ച് അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിച്ചത്, രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് അടക്കം കോൺഗ്രസിന്റെ വരെ വോട്ട് BJP സ്ഥാനാർത്ഥിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അത്തരത്തിൽ നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങളെ മങ്ങലേൽപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനെ ശോഭ കെടുത്തുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ ചില നേതാക്കളുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. ഇതിൽ ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ വളരെ വ്യക്തമായ നിലപാട് വെള്ളാപ്പള്ളി നടേശൻ സ്വീകരിച്ചിരുന്നതാണല്ലോ. സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചിരുന്നത്. കള്ളൻ കപ്പലിൽ തന്നെയാണുള്ളത്. കോഴ കിട്ടിയവരും കോഴ കിട്ടാത്തവരും തമ്മിലുള്ള പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ഈ BJPയിൽ നടന്നത്. പലരും കോഴ വാങ്ങിയിട്ടുണ്ട്. അത് സ്പഷ്ടമായിട്ട് പറഞ്ഞു. പലരും BJPയിൽ കോഴ വാങ്ങിയിട്ടുണ്ട് എന്നതിന്റെ ഉള്ളറ രഹസ്യങ്ങൾ അറിയാവുന്ന വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഈ കേരള ഘടകം ശുദ്ധീകരിക്കണം എന്നും എടുത്തു പറഞ്ഞിരുന്നു. ഇക്കാര്യങ്ങളൊക്കെ ഈ കത്തിലുണ്ടോ? തീർച്ചയായും അതാണ് അതിനകത്ത് വളരെ വ്യക്തമായി തന്നെ പരാമർശിക്കുന്നത്. BJP സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിലല്ല എന്ന് കത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഇത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ അത് പാർട്ടിക്കും അല്ലെങ്കിൽ BJPയോടൊപ്പം നിൽക്കുന്ന BDJSും അനുഭവിക്കേണ്ടി വരുന്നു. കാരണം ഇന്നലെ BDJSും രംഗത്തെത്തിയിട്ടുണ്ട്. BDJSന്റെ സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി തന്നെ അമിത്ഷായെ കണ്ട് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തി കേന്ദ്ര നേതൃത്വം തന്നെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമായി BDJS ദില്ലിയിൽ തന്നെ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി. BDJSന്റെ നേതാവ് തുഷാർ വെള്ളാപ്പള്ളി തന്നെ അമിത്ഷായ്ക്ക് ഇത്തരത്തിൽ ഈ ഒരു വിഷയത്തിൽ പരാതി നൽകും എന്നുള്ള ഇന്നലെ തന്നെ വ്യക്തമാക്കിയ സാഹചര്യമാണ്. ഈ വെള്ളാപ്പള്ളി അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ അദ്ദേഹം വിമർശിച്ച കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി തന്നെയാണ് അമിത്ഷായെ സമീപിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു നടപടി ഇതിനകത്ത് ആരോപണ വിധേയരായിട്ട് ആരൊക്കെയുണ്ടോ അവർക്കെതിരെ നടപടി സ്വീകരിച്ചുകൊണ്ട് ഒരു ശുദ്ധികലശം നടത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ BJPയുടെ വളർച്ചയ്ക്ക് സംസ്ഥാനത്ത് അത് കോട്ടം തട്ടും എന്ന് ചൂണ്ടിക്കാട്ടിയാണ് വെള്ളാപ്പള്ളി നടേശൻ കത്ത് നൽകിയിരിക്കുന്നത്. അതായത് ഈ കത്തിൽ കൃത്യമായും സ്പഷ്ടമായും നടപടി വേണമെന്ന് വെള്ളാപ്പള്ളി നടേശൻ
കത്തെഴുതുമ്പോൾ ഇതിന്റെ കണ്ണികൾ ദില്ലിയിലും ഉണ്ടല്ലോ. ഇതടക്കം പരിധിയിൽ വരുമോ? ഇക്കാര്യങ്ങളും അന്വേഷിക്കണം. അതായത് ദില്ലിയിലെ നേതാക്കളും ദേശീയ നേതാക്കളും ഇതിന്റെ പരിധിയിൽ വരുന്നുണ്ട്. അവർക്കെതിരെയും നടപടി വേണം എന്നാണോ വെള്ളാപ്പള്ളി നടേശൻ ഈ കത്തിലൂടെ ആവശ്യപ്പെടുന്നത്? ഇതിനകത്ത് കൃത്യമായി പറയുന്ന കാര്യം ഇതാണ്. സംസ്ഥാന നേതൃത്വം ഇടപെട്ട് ഉള്ള ഒരു കോഴ വിവാദമാണ്. ദില്ലിയിൽ പാർട്ടി നേതാക്കളെ ഇതിനകത്ത് പരാമർശിച്ചിട്ടില്ല. അന്വേഷണ റിപ്പോർട്ടിനകത്ത് ദില്ലിയിലെ ഒരു ഏജന്റായിട്ട്, ഇവരുടെയൊക്കെ ഏജന്റായിട്ട് പ്രവർത്തിക്കുന്ന സതീഷ് നായരുടെ കാര്യം മാത്രമാണ് ഇതിനകത്ത് പരാമർശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാന നേതൃത്വത്തിനകത്ത് പേര് പരാമർശിച്ചിട്ടുള്ള നേതാക്കൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി പാർട്ടി സ്വീകരിക്കാൻ തയ്യാറാകണം എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ അത് വലിയ രീതിയിൽ പാർട്ടിക്ക് കോട്ടം തട്ടും എന്നുള്ള ഒരു ഉപദേശത്തോടു കൂടിയാണ് ഈ കത്ത് അമിത്ഷായ്ക്ക് നൽകിയിരിക്കുന്നത്. കാരണം ഇതിനകത്ത് ഈ ഒരു കാര്യം പറയുമ്പോൾ തന്നെ ഈ ഒരു എതിർപ്പ് ഇന്നലെ തന്നെ BJP ഇതിനകത്ത് കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നുള്ളതും BJPക്ക് അകത്ത് നിന്നുകൊണ്ട് തന്നെ ഈ അഴിമതി ആരോപണം വരുന്നു എന്നുള്ളതും അദ്ദേഹം ഇന്നലെ സൂചിപ്പിച്ച കാര്യമാണ്. അതാണ് കള്ളൻ കപ്പലിൽ തന്നെ എന്ന് ഇന്നലെ വെള്ളാപ്പള്ളി വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് ഒരു നേതാവിനെതിരെ കൃത്യമായി പറഞ്ഞാൽ MD രമേശിനെതിരെ ആരോപണം ഉണ്ടായിട്ട് അദ്ദേഹത്തെ വെള്ളപൂശുന്ന തരത്തിലുള്ള നീക്കത്തിലേക്ക് BJP കടന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കൃത്യമായി ഈ പറയുന്ന നേതാക്കൾക്ക് എല്ലാവർക്കും എതിരെ നടപടി സ്വീകരിക്കാൻ കേന്ദ്ര BJP നേതൃത്വം അടിയന്തരമായി ഇടപെടണം എന്നുള്ള ഒരു ആവശ്യകതയുമായി മുന്നോട്ടെത്തിയിരിക്കുന്നത്. നമുക്കറിയാം കോർ കമ്മിറ്റി യോഗം നാളെ ഇന്ന് ചേരാനിരുന്നതാണ് ആലപ്പുഴയിൽ. ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടിയാണ് സുനിൽ. കാരണം ഈ കോർ കമ്മിറ്റി യോഗം ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റാനുള്ള പ്രധാന കാരണം എന്താണ്? കാരണം MD രമേശിനുള്ള എതിരെയുള്ള നടപടി ഒക്കെ ഗൗരവമായി ചിന്തിച്ചിരുന്നല്ലോ. MD രമേശിന്റെ അടുപ്പക്കാരും ഇഷ്ടക്കാരും അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിൽപ്പെട്ടവരുമാണല്ലോ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവർ. ഇതാണോ ഇതിന്റെ ഒരു പ്രധാന കാരണം? തീർച്ചയായും ഇത്തരത്തിൽ ഇന്നലെ ആലപ്പുഴയിൽ വെച്ച് തന്നെ ചേരണമെന്നും അതിന്റെ എല്ലാ ഒരുക്കങ്ങളും എല്ലാം പൂർത്തിയായിരുന്നു. കാരണം കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് അടിയന്തരമായി കോർ കമ്മിറ്റി യോഗം ചേരുന്നത്. അപ്പോൾ കോർ കമ്മിറ്റി യോഗം ആലപ്പുഴയിൽ ചേരാൻ തന്നെ തീരുമാനിക്കുക. അതിനുശേഷം നാളെ സംസ്ഥാന സമിതി എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഇതിനകത്ത് ആരോപണ വിധേയരായി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് MT രമേശാണ്. അപ്പോൾ MT രമേശ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് BJPയുടെ. MT രമേശിനെതിരെ നടപടി സ്വീകരിക്കുന്ന കാര്യത്തിൽ മുരളീധര പക്ഷം കൃത്യമായി ഈ യോഗത്തിനകത്ത് ആഞ്ഞടിക്കും. അപ്പോൾ MT രമേശിന്റെ ഏറ്റവും അനുകൂലനായ വിശ്വസ്തനായ വ്യക്തിയാണ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് കൂടിയായ K സോമൻ. അദ്ദേഹം തന്നെ ഇതിനകത്ത് ഇന്നലെ എതിർപ്പ് രേഖപ്പെടുത്തിയിരുന്നു. കാരണം എൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ എൻ്റെ ജില്ലയിലെ ഇത്തരത്തിലൊരു യോഗം ചേരുകയും എൻ്റെ നേതാവിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് നടപടികളിലേക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ശരിയായ രീതിയല്ല എന്നുള്ള ഒരു നിലപാട് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് വെള്ളാപ്പള്ളി നൽകിയിരിക്കുന്ന ഈ കത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കേന്ദ്രത്തിന്റെ ഒരു നിർദ്ദേശം, ഇത് രണ്ടും കൂടെ വെച്ചുകൊണ്ട് തന്നെയാണ് ആലപ്പുഴയിൽ നിന്ന് മാറ്റിയത്. പക്ഷേ BJP സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരന് പനി ബാധിച്ച് ആശുപത്രിയിലായതുകൊണ്ടാണ് മാറ്റിയത് എന്നാണ് പറയുന്നത്. അത് അവർ പറയുന്ന ഒരു ന്യായീകരണമാണ്. കാരണം ഇന്നലെ വൈകുന്നേരം തന്നെ ബന്ധപ്പെട്ടപ്പോൾ പോലും അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് യോഗത്തിൽ പങ്കെടുക്കും, അസുഖമാണ് എങ്കിലും യോഗത്തിൽ പങ്കെടുക്കണം, താൻ പങ്കെടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നാണ് ഒരു മറുപടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്നത്. അങ്ങനെ പങ്കെടുക്കണം എന്നുള്ള തരത്തിലേക്ക് തീരുമാനമെടുക്കുകയും രാത്രി 10:30 മണിയോടുകൂടി തന്നെ ഇത് മാറ്റിക്കൊണ്ടുള്ള ഒരു തീരുമാനം വരികയും ചെയ്യുന്ന പശ്ചാത്തലമാണ് ഈ സൂചിപ്പിച്ച ഇത്തരത്തിലുള്ള ഒരു അലിഗേഷൻ. അതിന് കൂടെ വെക്കുന്നതാണ് വെള്ളാപ്പള്ളി നടേശന്റെ ഈ ഒരു കത്തും എന്ന് പറയുന്നത്. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടെ അരുൺ, ഇതിനകത്ത് MT രമേശും കേന്ദ്ര നേതൃത്വത്തിൽ സമീപിച്ചിരിക്കുകയാണ്. കാരണം തന്നെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുകയാണ് മുരളീധര പക്ഷം നേതാക്കൾ ചെയ്യുന്നത്. താനാണ് എല്ലാ കോഴയും പറ്റിയത് എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളുമായിട്ടാണ് ഇവർ രംഗത്തെത്തിയിരിക്കുന്നത്. എനിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നുള്ള രീതിയിൽ പ്രസിഡന്റിനെ തന്നെ സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിലേക്കാണ് ഈ നേതാക്കൾ പോകുന്നത്. ഇത് ശരിയായ രീതിയല്ല എന്ന് കാട്ടിക്കൊണ്ട് അമിത്ഷായെ സമീപിച്ചിരിക്കുകയാണ് MT രമേശൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും കോഴ വിവാദവുമായി ബന്ധപ്പെട്ട അന്വേഷണം ദില്ലിയിലേക്ക് കൂടി വ്യാപിക്കുന്നു എന്ന പുതിയ വാർത്ത കൂടിയാണ് ലഭിക്കുന്നത്. സന്തോഷ് സർലിംഗ് ഇതിന്റെ മറ്റു വിവരങ്ങൾ കൂടി നൽകും. സന്തോഷ്, ഇത് ദേശീയ തലത്തിൽ തന്നെ വളരെ ഗൗരവമായി ചർച്ച ചെയ്ത ഒരു അഴിമതിയാണ്, കോഴ വിവാദമാണ്. ഇതിന്റെ പ്രധാന കണ്ണികളുള്ളത് ദില്ലിയിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് ദേശീയ തലത്തിലേക്കും ദില്ലിയിലേക്കും അന്വേഷണം വ്യാപിക്കുകയാണോ? അരുൺ, ഇന്നലെ തന്നെ അതിന്റെ ആദ്യ സൂചനകൾ പുറത്തു വന്നിരുന്നു. മെഡിക്കൽ കൗൺസിലിന്റെ അഴിമതി, അതിനെ തുടർന്ന് ലോധ കമ്മീഷൻ നിയമിച്ചിരുന്നു. ഈ ലോധ കമ്മീഷനുമായി ബന്ധപ്പെട്ടും നടക്കുന്നവരാണ് അഴിമതി ഇതിന്റെ പിന്നിൽ എന്നാണ് ഇന്നലെ മുതൽ പുറത്തു വന്ന സൂചനകൾ. BJP തന്നെ തുക കൊടുത്തു എന്ന് കണ്ടെത്തിയ സതീഷ് നായരെ പറ്റിയുള്ള അന്വേഷണം വ്യാപിക്കുകയാണ്. ഈ സതീഷ് നായരെ കുറിച്ചുള്ള
അദ്ദേഹത്തിന്റെ ചിത്രങ്ങളോ അദ്ദേഹം ആരാണ് എന്നതിനെ കുറിച്ചൊക്കെ അജ്ഞാതമാക്കി വയ്ക്കാനാണ് BJP നേതാക്കൾ ശ്രമിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന പുറത്തു വന്നിരിക്കുന്ന വിവരപ്രകാരം BJPയുടെ ഉന്നത നേതൃത്വവുമായി ബന്ധുബലം കൊണ്ടും സൗഹൃദം കൊണ്ടും അടുത്ത ബന്ധമുള്ള ആളാണ് സതീഷ് നായർ. പ്രത്യേകിച്ച് കുമ്മനം രാജശേഖരൻ BJP അധ്യക്ഷ സ്ഥാനത്തെത്തിയതിനെ തുടർന്ന് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അധ്യക്ഷ സ്ഥാനം ഒഴിച്ചിരുന്നു. കുമ്മനത്തിന് പകരം ആ സ്ഥാനത്തെത്തിയ സ്വാമി ഗണേശാനന്ദയുടെ സഹോദരനാണ് ഈ സതീഷ് നായർ. സംഘപരിവാർ സംഘടനകളുമായി വളരെ അടുത്ത ബന്ധം സതീഷ് നായറിനുണ്ട്. 2014 NDA സർക്കാർ ഡൽഹിയിൽ അധികാരമേറ്റതിനു ശേഷം ഡൽഹിയിലെ അധികാര കേന്ദ്രങ്ങളിൽ പിടിയുറപ്പിച്ചു സതീഷ് നായർ. ഇതുവരെ BJPയുടെയോ അല്ലെങ്കിൽ മറ്റ് സംഘപരിവാർ സംഘടനകളുടെയോ ഏതെങ്കിലും തരത്തിൽ നേതൃസ്ഥാനത്ത് ഇയാൾ നിൽക്കുന്നില്ല. പകരം ഇവർക്കെല്ലാം അധികാര ദല്ലാൽ എന്ന തരത്തിൽ ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് സതീഷ് നായർ. കുമ്മനം രാജശേഖരനും അവരുടെ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട നേതാക്കളുമായി വളരെ അടുത്ത സൗഹൃദം സതീഷ് നായർ പുലർത്തുന്നുണ്ട്. ഇവർക്ക് വേണ്ടി ഡൽഹിയിൽ കാര്യങ്ങൾ നീക്കുന്നതും ഈ സതീഷ് നായരാണ്. അങ്ങനെയാണ് ഈ സാമ്പത്തിക തുക എത്തിയതും ഇവരുടെ വിശ്വസ്തനായതുകൊണ്ട് തന്നെയാണ് സതീഷ് നായർ പറഞ്ഞ പ്രകാരം ഇത്ര വലിയൊരു തുക കൈമാറിയിരിക്കുന്നത്. ഈ ലോധ കമ്മീഷനുമായി ബന്ധപ്പെട്ട് തന്നെ ഇതിൽ പല അംഗങ്ങളെയും സ്വാധീനിച്ചുകൊണ്ട് വലിയൊരു തുക പലപ്പോഴും ഓരോ മെഡിക്കൽ കോളേജ് അംഗീകാരത്തിനുമായി കൈമാറിയിരുന്നത് സതീഷ് നായർ തന്നെയാണ്. അത് കേരളത്തിൽ മാത്രം നിൽക്കുന്നതല്ല, കാരണം വിപുലമായ ബന്ധങ്ങൾ സതീഷ് നായർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട്. നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലും ഇദ്ദേഹത്തിന് ഇത്തരത്തിൽ അനുമതി വാങ്ങിക്കൊടുക്കാൻ തുക കൈപ്പറ്റിയിരുന്നതാണ് അറിയപ്പെടുന്നത്. ഡൽഹിയിൽ തന്നെയാണ് സ്ഥിര താമസം സതീഷ് നായർ. ഇയാളെ കുറിച്ചുള്ള കൂടുതൽ അന്വേഷണം ഇപ്പോൾ രഹസ്യാന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തുടരുക സന്തോഷ്. ഇവിടെ ഒരു കാര്യം കൂടി സുനിലിനോട് ചോദിക്കേണ്ടത്. സുനിൽ, ഇതുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശനോട് ഇന്നലെ മാധ്യമപ്രവർത്തകർ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് ഇക്കാര്യങ്ങൾ അമിത്ഷായെ അറിയിച്ചത് താങ്കളാണോ എന്ന കാര്യത്തിന് അദ്ദേഹം ഞാനാണ് എന്നും പറയാം അല്ല എന്നും പറയാമെന്നാണ്. എങ്ങും തൊടാത്തൊരു മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് നിഷേധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇക്കാര്യത്തിൽ വളരെ സ്പഷ്ടമായൊരു നിലപാട് ഇതുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി എടുത്തിട്ടുണ്ടോ? ഈ BJPയിലെ നിലവിലെ അഴിമതികളെ എന്താണ് നടന്നത് എന്നതടക്കം വളരെ കൃത്യമായ ഒരു സമാന്തര റിപ്പോർട്ട്, വേറെ റിപ്പോർട്ട് കൊടുക്കുന്നവരുണ്ട് പാർട്ടി ഘടകത്തിൽ, സമാന്തര റിപ്പോർട്ട് വെള്ളാപ്പള്ളി കൊടുക്കുന്നുണ്ടോ ഇവിടുന്ന്? കൃത്യമായും ഇതിനകത്ത് വെള്ളാപ്പള്ളി ഇന്നലെ ഈ അരുൺ പറഞ്ഞ ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു. അപ്പോൾ അതിന്റെ ക്രെഡിറ്റ് എനിക്കാണോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അതിന്റെ ക്രെഡിറ്റ് എനിക്കാണോ? അങ്ങനെയാണെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്നിപ്പോൾ കത്തയച്ച കാര്യത്തിലും അദ്ദേഹം ഈ ഒരു കത്തയച്ച കാര്യത്തിൽ നമ്മൾ ചോദിച്ചപ്പോഴും അദ്ദേഹം പറയുന്നത് ഇതൊക്കെ നിങ്ങളോട് പറയേണ്ട കാര്യമല്ല, ഞാൻ അയച്ചിട്ടുണ്ടാവും, അയച്ചിട്ടില്ല ഇത് എന്ന് രണ്ട് രീതിയിലും കൃത്യമായ ഒരു നിഷേധാത്മകപരമായിട്ടുള്ള നിലപാട് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് കൃത്യമായ നിലപാട് അദ്ദേഹം സ്വീകരിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത്. പല ഘട്ടങ്ങളിലും പല കാര്യങ്ങളിലും വെള്ളാപ്പള്ളി നടേശൻ സ്വീകരിച്ച നിലപാട് അതുതന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി അദ്ദേഹം നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് കേന്ദ്ര നേതൃത്വത്തിന് കത്തയച്ചിരിക്കുന്നത്. ഇതിനകത്ത് സമാന്തരമായിട്ടുള്ള റിപ്പോർട്ട് എന്നതിനപ്പുറം ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ, അതായത് ഈ കമ്മീഷൻ ഈ മെഡിക്കൽ കോളേജ് കൺവീനർ ഷാജിയിൽ നിന്ന് വിശദാംശങ്ങൾ തേടിയിരുന്നു. അപ്പോൾ ഷാജി പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് കത്തയച്ചിരിക്കുന്നത്. ഈ അഴിമതി ആരോപണം BJPയുടെ തന്നെ അന്വേഷണ കമ്മീഷൻ കണ്ടെത്തുകയും ആ റിപ്പോർട്ട് പുറത്താവുകയും ചെയ്തിരിക്കുന്നു. പിന്നെ എന്താണ് നിഷേധിക്കാനുള്ളത്? പിന്നെ അതിനകത്ത് എന്താണ് ഒരു കമ്മീഷനെ വെച്ചിട്ട് ആ കമ്മീഷൻ വേണ്ട എന്നുള്ള തരത്തിലേക്കാണോ കാര്യം പോകുന്നത് എന്നുള്ള രീതിയിലാണ് വെള്ളാപ്പള്ളി നടേശൻ അമിത്ഷായ്ക്ക് കത്ത് അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ്. അതേസമയം തന്നെ BDJSന്റെയും ആവശ്യം ഇതുതന്നെയാണ്. BDJS സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയും കേന്ദ്ര നേതൃത്വത്തെ സമീപിക്കുകയാണ്. ഇക്കാര്യത്തിൽ BJPയുടെ ഈ ഒരു രീതി അല്ലെങ്കിൽ ശരിയായ നിലപാടല്ല, ഇത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നുള്ള തരത്തിൽ ചൂണ്ടിക്കാട്ടിക്കൊണ്ടും കേന്ദ്ര നേതൃത്വം അടിയന്തരമായി ഇടപെട്ട് ഈ വിഷയത്തിൽ നടപടി സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ് ഇവരുടെയൊക്കെ ആവശ്യം. സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്ന്, ഒപ്പം സുനിൽ അരുമാനൂരാണ് വിവരങ്ങൾ ന്യൂസ് റൂമിൽ നൽകിയത്. മെഡിക്കൽ കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് BJP നേതൃത്വം വലിയ പ്രതിരോധത്തിലാണ്. ദില്ലിയിലേക്ക് അന്വേഷണം വ്യാപിക്കുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ അമിത്ഷായ്ക്ക് കത്തെഴുതുകയും ചെയ്തു.